കയ്യൊപ്പ്. കവിയും ഗാനരചയിതാവുമായ ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുമായി ഗായകനായ ശ്രീ വി ടി മുരളി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. പാട്ടുകളുടെ ഒരു രചനാപരമായ കാരണം ഉപയോഗിക്കുന്ന ബിംബങ്ങൾ എല്ലാം സിനിമയിലെ കഥാപാത്രത്തിനുമൊക്കെ ചേർന്നിട്ടുള്ളതായിരിക്കും എഴുതുന്നത്. പക്ഷെ എനിക്ക് തോന്നിയ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഗോപികാ വസന്തം. അതായത് അതിനകത്ത് ഈ ഒരു വരി വരുന്നുണ്ട്, 100 ജന്മം നോമ്പു നോറ്റൊരു തിരുവാതിരയാണ് രാധ. അപ്പൊ അത് പെട്ടെന്ന് ഒരാൾക്ക് എന്താണെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പ്രയോഗമാണത്. കാരണം അതിന് എന്താണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതിന്റെ ഒരു പുരാണമോ അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അത് എന്താണെന്ന് ഇത് എന്റെ സംശയം കൂടിയാണ്. തീർച്ചയായിട്ടും അല്ല, അങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണല്ലോ മുരളി ഇരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് പറയുന്നത്. അതെ അതെ. ഇത് ശിവൻ ഒരുപാട് കാലം തപസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്, പാർവതി തപസ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ. അതുപോലെയാണ് തിരുവാതിര നക്ഷത്രമായി മാറിയ രാധയാണ്. നമ്മള് തിരുവാതിരയെ തപസ് ചെയ്യുന്നു സ്ത്രീകള്, പക്ഷെ തിരുവാതിര തന്നെ ആയി മാറുകയാണ്, തപസ്സിന്റെ മൂർത്തിയായി മാറുകയാണ് രാധ. അതാണ് എന്റെ. എന്നിട്ടാണ് പിന്നെ നോൻപിന്റെ പ്രതീകമായി തിരുവാതിര മാറിയത്. നക്ഷത്രം തന്നെയാണ് രാധ. അങ്ങനെയാണ് ഇത്. അതാണ് എന്റെ മനസ്സിലായത്. ആദ്യം ഈ പാട്ട് ഇതിനു വേണ്ടി എഴുതുകയല്ല. ഈ ഗോപികാവസന്തിന്റെ അനുപല്ലവി വേറെ ആയിരുന്നു, പല്ലവി തന്നെ ആയിരുന്നു. അപ്പൊ അത് ഞാൻ പാടിയത് സാമന്തമലഹരി എന്ന് പറഞ്ഞ ഒരു ഫോക്ക് ഈ സോപാന രാഗമായിരുന്നു. എനിക്ക് സോപാനായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. ബന്ധം എങ്ങനെ വെച്ചാൽ ഞെരളത്ത് രാമപദമായിട്ടാണ്. ഞെരളത്ത് രാമപദമാണ് അച്ഛനും. എൻ്റെ അച്ഛൻ ശാന്തി വെച്ച അമ്പലത്തിൽ ഞെരളത്ത് രാമപദം അവിടുത്തെ കഴകക്കാരനായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ വളരെ ബന്ധമുണ്ട്. അത് യാദൃശ്യമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു. അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ച് പണിക്കസാറിന്റെ വീട്ടിൽ വെച്ച്. എന്നിട്ട് പിന്നെ അദ്ദേഹമാണ് എനിക്കൊരു ത്യാണി പറഞ്ഞു തന്നു. അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ത്യാണി, അത് സാമന്തമലഹരിയിലാണ്. അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു പാട്ടുണ്ടാക്കിയതാണ് ഇത്. ഗോപിക വസന്തം തേടി വനമാലി വനമാലി, ഇങ്ങനെ അങ്ങനെ ഫുൾ ആ സാമന്തമലഹരിയിലാണ് പാട്ട്. ഭയങ്കര മെലോഡിയസ് ആയിരുന്നു. ഇത് ലോഹിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ പാടിയ രീതിയിൽ ലോഹിക്ക് ഇഷ്ടമായിരുന്നു. അതാണ് ഞാൻ ആദ്യം കേൾപ്പിക്കുന്നത്. ഈ പടത്തിന്റെ ആദ്യ തുടക്കം ഗോപിക വസന്താണ്. രവിയേട്ടനും ഇഷ്ടമായിരുന്നു. പക്ഷെ രവിയേട്ടന് അദ്ദേഹത്തിന്റെ ട്യൂണായി അല്ലാതെ പോകില്ലേ. പുള്ളി പറഞ്ഞു അത് വേണ്ട, നമുക്ക് മാറ്റാം. ഞാൻ പറഞ്ഞു മാറ്റിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് പുള്ളി ഷൺമുഖപുരി പിടിച്ചത്. നല്ല പാട്ടാണ്. പക്ഷേ നന്നായി പുള്ളി നന്നായി ചെയ്തു. അല്ല, ഇത് മെലോഡി ആയിട്ടുള്ള ഒരു സമയം ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ. ഗോപിക വസന്തം വനമാലി. വയലാറിന്റെ പാട്ടുകളിലാണ് ഈ സംസ്കൃതത്തിലെ വാക്കുകളുടെ പ്രയോഗവും ഇതുപോലുള്ള ചില റെഫറൻസുകളും ഒക്കെ വയലാറിന്റെ പാട്ടുകളിൽ ധാരാളം. അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അവിടെ പ്രയോഗിച്ചത് ആ സംഗതി കൂടി അറിഞ്ഞാലേ അത് കഥാപാത്രത്തിന് ചേർത്ത് വയ്ക്കും. ഭാസ്കര ഭാഷയിൽ വലിയ റെഫറൻസ് അല്ല ഉണ്ടാകുക, ആ കഥാപാത്രത്തിന്റെ ഇത് തന്നെയാണ് വൈകാരികത. അതുപോലെ ഈ അതിലത്തെ പ്രസിദ്ധമായ പ്രമദവനം എന്നുള്ള പാട്ടില് നമ്മൾ വിചാരിക്കുമ്പോൾ ട്യൂണിന് എഴുതിയിട്ടുള്ള എന്തോ ഒരു സാധനമാണ്. അല്ല, ശരിക്കും അതിന്റെ അനുപല്ലവി എന്ന് പറയുന്നത് ഏതേതോ കഥയിൽ സരയിലൊരു ചുടും എഴുന്നീർക്കണമായി ഒഴുകിയ ഞാൻ. ഇപ്പൊ കവിയുടെ ഗാന രസാമൃത ലഹരിയിലൊരു കനകകിരീടം ഇതണിയുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും എതിരാകം ചൂടി എന്നാണ്. അതേപോലെ അത് രാമായണം. സെക്കൻഡ് ചരണം എന്ന് പറയുന്നത് ഭാഗവതമാണ്. ഭാഗവതത്തിലെ മറ്റേ ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി ഒഴുകിയ ഞാൻ, യദുകുല മധുരിമ തഴുകിയ മുരളിയിൽ ഒരു യുഗസംക്രമക ഗീത ഉണർത്തുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും. അങ്ങനെ രണ്ടിനും അർത്ഥമുണ്ട്. ഈ അർത്ഥമില്ലെങ്കിൽ ഇത് ദീർഘകാലം നിൽക്കില്ല. ഒരടിക്ക് പടപടാന്നൊക്കെ പാടിയിട്ട് പോവാ. പക്ഷെ ഇത് നിൽക്കണമെങ്കിൽ ഇതിന് ഒരു അറിയാതെ ഒരു സാധനം വേണം. കണക്റ്റഡ് ആവുകയും വേണമല്ലോ. അങ്ങനെയാണല്ലോ. ഒരു രാജകുമാരൻ വരുന്നു. രാജകുമാരന്റെ അന്തപുരാണ് ഈ അന്തപുരത്തിലെ ഉദ്യാനമാണ് പ്രമദവനം. ശരിക്കും ആ കഥയായിട്ട് ഭയങ്കരമായിട്ട് യോജിച്ചു വന്നു. ഇതൊക്കെ പാട്ടിന്റെ സൂത്രങ്ങളാണ്. പാട്ടിന്റെ അകത്ത് കയറിയാലേ അറിയുള്ളൂ. അത്രേ അറിയുള്ളൂ. അതാണ് എന്റെ. അല്ല, നമ്മൾ ഇത് ഈ വെറുതെ ഈ അർത്ഥം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആ സംഭവം കൂടി അറിയണം. ആ സംഭവത്തിന് കറക്റ്റ് ആണത്. ദാസൻ എന്നോട് ചോദിച്ചു പ്രമദവനം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എല്ലാവരും എന്നോട് ചോദിക്കും, എനിക്കറിയില്ല. അമേരിക്കയിൽ നിന്നൊക്കെ ആൾക്കാർ പ്രമദവനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, അന്തപുരത്തിലെ ഉദ്യാനം. അപ്പൊ അത് ഈ കഥയായിട്ട് അവിടെ ഈ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടുകയാണ്. ഒരു രാജകുമാരൻ വീണ്ടും അവിടെ വരികയാണ്. അതാണ് ആ കഥ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, നമ്മൾ എല്ലാറ്റിനും അത് പറയാനും വേണ്ട.
ഒരു ഘനമായ ഒരു പദം കൂടിയുണ്ട് അതിൽ അല്ലേ? പ്രമദവനം. പണ്ട് ഭാസ്കര മാഷ് ഉപയോഗിച്ചിട്ടുണ്ടത്. പ്രമദവനത്തിൽ വെച്ചൻ ഹൃദയാധിനാഥനുണ്ട് അല്ലെ, അങ്ങനെ പാട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു പുതിയ വിഷയം വരുമ്പോഴുണ്ട് മറ്റേതൊക്കെ പോകും. അതെ അതെ. അതുപോലെ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി അത് വേറെ അതെ, അത്രേ ഉള്ളൂ. അല്ല, അതിലെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ ഇത്തരം പുരാണവും ഇതൊക്കെ ആയിട്ടുള്ള ബന്ധമില്ലാതെ ഇത് നമ്മുടെ കലയിലില്ലാതെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മള് വെറും കടലാസമായിട്ടല്ലേ പോകുന്നത്. അവിടെ നമ്മളൊന്നും കഥയൊന്നും കേൾക്കുന്നില്ല, ഒന്നുമില്ല, വെറുതെ അങ്ങ് പോവുകയാണ്. അവിടെ നമുക്ക് പ്രയോഗിക്കണ്ടേ? അതെ, എനിക്ക് മത്സരിക്കേണ്ടത് ഈ ചാക്കനെയും പോക്കനെന്നല്ല. ഭരതേട്ടൻ, ലോഹിതദാസ്, സിബി, പിന്നെ കമല്, ഇവരൊക്കെ ലിറ്ററേച്ചർ ഉണ്ട്. എല്ലാവർക്കും കമലൊക്കെ ഭയങ്കര ആളാണ്, നല്ല ആ. പിന്നെ അപ്പൊ അവരോട് മത്സരിക്കുമ്പോ നമ്മള് നിക്കണം, ഒന്ന് ചാലഞ്ച് വേണം. അതെ, അല്ലെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാവില്ല. അതിനൊപ്പിച്ച് തന്നെ രവീന്ദ്രൻ നിൽക്കും തീർച്ചയായിട്ടും. അതെ, ആ വാശി. യേശുദാസും വേണം. ശരിയത്, ഇതൊക്കെ ബന്ധപ്പെട്ടതാ. അതെ, മോഹൻലാലും വേണം. അതാ അഭിനയത്തിന്റെ എല്ലാരും കൂടിയുള്ള. അതെ, ഈ ഓരോരോ സന്ദർഭത്തിൽ വരുമ്പോ അതൊക്കെ ഓരോ ജന്മങ്ങളാ ഒത്ത് വരുന്നതാണ്. അതല്ല, പിന്നെ അത് ചിലതങ്ങ് തികഞ്ഞു വരും. ഈ ഭരതൻ എന്ന് പറയുന്ന സിനിമയിലെ അതെ, ഇത് സംഗീത വിഷയമാണല്ലോ. അത് ചില മറ്റു പടത്തിലൊക്കെ സംഗീതം വെറുതെ നിങ്ങളുടെ ഒരു പാട്ട് വെക്കാൻ വേണ്ടി വെച്ചതുപോലെ തോന്നാം. ഇതല്ല, ഇത് വിഷയം തന്നെ സംഗീതമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അതിലിപ്പോ അതിന്റെ ഏറ്റവും വളരെ വല്ലാത്തൊരു മുഹൂർത്തത്തിലാണല്ലോ വേണു മരിച്ച സന്ദർഭം അറിയണം. അപ്പൊ കച്ചേരി നടത്തേണ്ടി വരുന്നു. ആ സന്ദർഭത്തിൽ എഴുതുന്ന ഒരു പാട്ടാണല്ലോ ഈ രാമകഥ. അതില് ഈ പിന്നെ എല്ലാ കഥാപാത്രങ്ങളും ഇപ്പം എന്താണ് തിക്കുറിശ്ശേട്ടന് ആ ക്യാരക്ടർ, അതെ, അയാൾ വരെ ഉണ്ട്. റിയാക്ഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്, ക്യാരക്ടേഴ്സ് ആണത്. ഭരതൻ രാമകഥാ ഗാനലയം മംഗളമൻ തമ്പുരുവിൽ പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ. രാമകഥാഗാനലയം മംഗളമൻ തമ്പുരുവിൽ പകരുക ശ്രുതിലയ സാഗരമേ. ഒന്നെനിക്ക് പറഞ്ഞു തരൂ, ഞാൻ പാടിക്കോട്ടെ. അത്ര വിനയത്തോടുകൂടി സമീപിക്കുന്നുണ്ട് രാമായണത്തെ. പിന്നെ വേറെ അതായത് കഥാപാത്രത്തിന്റെ വളരെ വളരെ ഇതായിട്ടുള്ള മുഹൂർത്തവും ഉണ്ട് അവിടെ. ഭരതനാണ് ഈ ഏട്ടനെ സ്നേഹിച്ച അനിയൻ, അതാണ് അതിലത്തെ കാര്യം. അതാണ് അങ്ങനെ വരാൻ കാരണം. അതെ, രാമനും ഭരതനും. പിന്നെ അതേപോലെ തന്നെ കമലഗണത്തില് ലാസ്റ്റിലുള്ള പാട്ടുണ്ട്. ഇപ്പൊ ഇതൊരു ഇപ്പോഴും ആൾക്കാർ ഇത് ഉൾക്കൊള്ളാത്ത പാട്ടാണ്, മനസ്സിലാക്കാത്ത പാട്ടാണ്. അതായത് സുമുഹൂർത്തമായി. എന്താണ് ശരിക്കും ചിന്താവിഷ്ടയ സീതയാണത് ആ കഥ. ചിന്താവിഷ്ടയ സീത ഉള്ളിൽ കൊണ്ട ആൾക്കാർക്ക് അത് മനസ്സിലാവും. അതായത് ഈ സീത വാൽമീകിയുടെ ആശ്രമത്തിൽ നിന്ന് വരികയാണ്. കാഞ്ചന സീതയെ വെച്ചിട്ട് രാമൻ ചെയ്യുന്ന യാഗത്തിന് ഇവർ വരികയാണ്. മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എന്താണ് ഇവർ കാണുന്നത്? ജീവനോടെ മക്കളോടെ ജീവിക്കുന്ന ഒരു ഭാര്യ നേരെ മുമ്പിൽ വരുമ്പോൾ അവിടെ അവർക്ക് പകരം സ്വർണം കൊണ്ടൊരു സീതയുണ്ടാക്കി വെച്ചിട്ട് യാഗം ചെയ്തുകൊണ്ടിരിക്കുക അയാള് രാമൻ. അതാണ് ഇതിൽ ഇവർ പറഞ്ഞത്. എന്നെ ഈ ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയ ഒരു അഗ്നിയെ പോലും അങ്ങ് അവിശ്വസിച്ചു. ഓക്കെ, പക്ഷേ അങ്ങയുടെ ഈ ചെങ്കോൽ തുരുമ്പിൽ ഒരു ഇതായിട്ട് എന്റെ മോതിരം വെക്കാൻ പാടില്ലായിരുന്നു. അതിന് മുകളിൽ പതിച്ചു വെച്ചിരിക്കുക ഈ എന്റെ ജീവിതം. അത് വേണ്ടായിരുന്നു. അതുപോലെ എന്നും ആ സങ്കല്പ പാദപത്മങ്ങളിൽ തലയാഴ്ച വെച്ച് ഉറങ്ങിയുള്ളൂ സീത. അങ്ങയുടെ പാദപത്മങ്ങളിൽ സങ്കല്പ പാദപത്മങ്ങളല്ലാതെ ഞാൻ വേറെ ഒരു കാലത്ത് എവിടെ പോയിട്ടും ഞാൻ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ സംശയിച്ചു. എൻ്റെ ആ സംശയം തീർക്കാൻ വേണ്ടി അഗ്നി ചാടിയിട്ട് പോലും അങ്ങ് അവിശ്വസിച്ചു. ഇനി എനിക്ക് വയ്യ, ഇനി എല്ലാവരുടെ യാത്ര പറയാം. മാമുനിമാരെ എല്ലാവരുടെ യാത്ര പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്? ഇതാ അമ്മേ, രത്നഗർഭയാമമ്മേ, ത്രേതായുഗത്തിലെ ഈ കണ്ണീർ മുത്തിനെ കൂടി നെഞ്ചോട് ചേർത്ത് പുണർന്നെടുക്കും എന്നാണ്. സീത കണ്ണീർ മുത്താണ്. കാരണം മുത്തുകൾ മുഴുവൻ അഗ്നി ഈ ഭൂമിയുടെ ഉള്ളിലാണ്. രത്നഗർഭയല്ലേ? അതെ. രത്നഗർഭയാമമ്മേ, ത്രേതായുഗത്തിലെ ഈ കണ്ണീർ മുത്തിനെ കൂടി അങ്ങ് അമ്മ നെഞ്ചോട് ചേർത്തു. രാമായണം എന്ന് പറയുന്നതിന്റെ എസൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ പിന്നെ രത്നഗർഭയായ അമ്മയിലേക്ക് ലയിക്കുകയാണ് ഈ അതാണ്. ഇതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും. ഈ രവിയേട്ടന്റെ ബഹളത്തിനിടയിൽ പെട്ടുപോയി സംഗീതത്തിന്റെ ആനന്ദനും താനൊക്കെ പാടിയിട്ട് വലിയ ഈയിടെ നമ്മളെ നടി അവര് ഇത് അഭിനയിച്ചു മതിക്കല്. ഞാനിത് മുഴുവൻ കണ്ടു. ഞാൻ മോളെ നന്നായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ മുഴുവൻ ബേസ് എന്ന് പറയുന്നത് ഇത്ര ചിരിയൊന്നും ആവശ്യമില്ല അവരുടെ മുഖത്ത്. ഇത് ദുഃഖമാണ്. സീത നേരെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റില്ല അവർ. പക്ഷെ ഡാൻസിന് വേണ്ടി ഒരു താനല്ലേ ഡാൻസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കരഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇത് വേറെ ഇത് സമർപ്പിക്കുന്നു അമ്മയ്ക്ക്. ഒരു സീത അല്ല, ഒരു അമ്മ അവിടെ ഇരുന്നോട്ടെ, ആ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന പോലെ അഭിനയിച്ചോ. അങ്ങനെ ഒരു ഫിനിഷിങ് വേണമെന്ന് പറഞ്ഞു ഞാൻ. അല്ലേ? അതെ, തീർച്ചയായിട്ടും. അല്ല, അതേയോ ഇവര് ഇതിന്റെ മ്യൂസിക്കൽ സൈഡും അതിന്റെ ഒരു ക്ലൈമാക്സിൽ എത്തിക്കുന്ന ഒരു സാധനം രംഗത്തുണ്ടല്ലോ. ആ രംഗത്തിന്റെ ഇയാൾ മരിച്ചു വീഴുന്നു, അങ്ങനെയൊക്കെയുള്ള ചില സാധനമൊക്കെ അതാണ് ശ്രദ്ധയിൽ വരുന്നത്.
ഈ പൊയറ്റിക്കൽ ആയിട്ടുള്ള ഒരു സാധനത്തിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ടാണ്. പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ട നമ്മള് മൊത്തത്തിൽ ഇപ്പൊ നമ്മള് മ്യൂസിക്കിൽ വരുമ്പോൾ എന്താ വെച്ചാൽ ഇതിങ്ങനെ കുറെ നേരം നീട്ടി പിടിക്കുന്നു. ഈ നീട്ടി പിടിക്കുന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ നാടകീയമായ ഒരു മുഹൂർത്തം ഇവിടെ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമേ മ്യൂസിക് സൃഷ്ടിക്കുക എന്നുള്ളത്. അതായത് ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് കുറെ നേരം നീട്ടേണ്ട കാര്യമില്ല. പക്ഷെ അതവിടെ എന്തോ ഒരു മുഹൂർത്തം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഹരിമുരളീരാമൻ എന്ന് പറഞ്ഞ പാട്ടിലൊക്കെ ഇല്ലേ ഇങ്ങനെ കുറെ നേരം. അപ്പൊ അത് അങ്ങനെ അല്ലാതെയും പാട്ടുണ്ടാവാം. പക്ഷെ ദാസേട്ടൻ പൊളിച്ചു കളഞ്ഞത് അല്ലേ? ഇത് ഞാൻ 3 പ്രാവശ്യം വെച്ച് നിർത്തിയിട്ട് പാടിയതാണ്. നിങ്ങൾ ശ്വാസം മുട്ടി ഇതാക്കണ്ടാകുന്നത്. നിങ്ങൾ വല്ലാണ്ട് ശ്വാസം മുട്ടണ്ട. അത് പുതിയ ടെക്നോളജിയിൽ ചെയ്യുന്നതല്ലേ? അതെ പറഞ്ഞു. നിങ്ങളിങ്ങനെ കണ്ണൊക്കെ തള്ളിയിട്ട് അങ്ങനെയാണ്. ഈ മലയാള സിനിമ സംഗീതത്തില് അല്ലെങ്കിൽ മലയാള സിനിമയില് സിനിമ എന്നല്ല മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എഴുത്തും പാട്ടും സംഗീത സംവിധാനവും കൂടി ഒരുമിച്ച് നിർവഹിച്ച ഒരാളാണ് താങ്കൾ. അതെ അല്ലേ? പാടി സിനിമയിൽ പാടിയിട്ടുണ്ട്. അപ്പൊ അത് 2, 3 കൂടി ഇപ്പൊ നമ്മള് വലിയ പ്രഗത്ഭന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. അവർ കാലം മുഴുവൻ അതിജീവിക്കുന്ന ആളുകളാണ്. ഒരാൾ എഴുത്തുകാരനായിട്ടേ ഉണ്ടാവുള്ളൂ, മ്യൂസിക് ഡയറക്ടർ ആയിട്ടുണ്ടാവും. പക്ഷെ മ്യൂസിക് ഡയറക്ടറും പാടിയതും ഉണ്ടാവും, പക്ഷെ അത് എഴുത്തുകാരനായിട്ടുണ്ടാവില്ല. അപ്പൊ ഇത് 3 കൂടി ഒരാളിൽ ചേർന്നൊത്ത് കാണണമെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ പിന്നെ 3 കൂടി ചേർന്ന ഒരാളാണ് താങ്കൾ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ 3 കൂടി ഒരുമിച്ച് ഇങ്ങനെ സംയോജിക്കുന്നത് ഇത് വേറെ മ്യൂസിക് ഡയറക്ടർ വേറെ ഓർക്കസ്ട്ര ഒക്കെ ആർക്കും ചെയ്യാലോ. ഇത് തീരുമാനിക്കലാണ് പാട്ട്. ഒരു മെലഡി തീരുമാനിക്കണം, അതിന് സാഹിത്യം വേണം. അതെ. കിട്ടിയ പുരസ്കാരങ്ങളെ പറ്റി ഒന്ന് പറയാം. പുരസ്കാരങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ എല്ലാ ഏരിയയിലും എനിക്ക് ഈ സ്റ്റേറ്റ് അവാർഡ് എനിക്ക് 5 സ്റ്റേറ്റ് അവാർഡ്. അതിൽ 2 നാടകം, 2 ഗാനരചന, 1 മ്യൂസിക് സംഗീതത്തിന്. പക്ഷെ എനിക്ക് തോന്നുന്നത് സംഗീതത്തിന് കേരളത്തിൽ ആർക്കും കിട്ടിയില്ല. അങ്ങനെ സംഗീതത്തിനും എഴുത്തിനും കൂടിയിട്ട് അവർ എഴുതിയത്. അതെ. അപ്പോൾ അതിന് ഈ തമിഴിലൊരു കീർത്തനം ഉണ്ടല്ലോ, ഉഴന്ത് തിരുந்த என்னை ഉത്തമനാക്കി വൈത്താൻ ഉയരിയ പെരിയോരുടൻ ഒന്നിടை ചേർത്തു വൈത്താൻ. വലിയ ആൾക്കാരുടെ കൂടെ ഇരുത്തി ഞാനിങ്ങനെ അലഞ്ഞു തിരിയുന്ന എത്തനായിരുന്നു. എന്നെ വലിയവനാക്കി മാത്രമല്ല, നീ അവിടെ നിന്നാ പോരാ, വലിയ ആൾക്കാരുടെ കൂടെ ഇരിക്കുക. ഭാസ്കർ മാഷിന്റെ വേലറിന്റെ കൂടെ ഒക്കെ ഇരുത്തുകയാണ്, ദേവരായ മാഷ്ടൊക്കെ രാഘവ മാഷ്ടൊക്കെ കൂടെ ഇരുത്തുകയാണ്. അത് ദേവിയുടെ കാരുണ്യം എന്നാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ജനങ്ങളുടെ കാരുണ്യം. ഞാനത് വേണം, ഞാൻ ചെയ്യണം, ഞാൻ ചെയ്താൽ ഇന്നതായി നന്നായി എന്ന് പറയണ്ടേ. ആ ഒരു കാരുണ്യം ജനങ്ങൾ തന്നെയാണ്. ജനങ്ങൾ അതെ, ആ ഒരു കാരുണ്യം എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അതിൽ കിട്ടിയുള്ള അവാർഡുകൾ ഒരുപാടുണ്ട്. പിന്നെ ശാസ്ത്രീയ സംഗീതത്തിൽ ഒരു 1000-ൽ കൂടുതൽ കച്ചേരി നടത്തിയിട്ടുണ്ട് ഞാൻ. അത് ഏകദേശം ഒരു 75 പേർക്ക് തുടങ്ങി. അമ്പലത്തിലുള്ള സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ പാടും. അത് മാതൃഭൂമി ജോലി കച്ചേരി പ്രാപ്തനാക്കി തീർക്കുന്ന SVS സാറാണോ? സാറാണ്, സംശയമില്ല. സാറിന്റെ ഒരു പിടിപ്പ് തന്നെയാണ്. ഒരു ആത്മവിശ്വാസം. അന്ന് സാറ് പറയും 60-ാമത്തെ വയസ്സിൽ പാടിയ പോലുള്ള ഇപ്പൊ പാടണ്ടേ, അന്നാ വർണ്ണം പ്രാക്ടീസ് ചെയ്തോ. അങ്ങനെ ഞാൻ വർണ്ണത്തിലൊക്കെ ഗുസ്തി പിടിച്ചു. അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി പാടാൻ പറ്റില്ല. അത് മാത്രമല്ല, എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ ആർക്ക് കയറാൻ തന്നെ പറ്റില്ല. മ്യൂസിക് അക്കാഡമിയിലെ മെയിൻ ഹാളിലും ചെറിയ ഹാളിലും ഞാൻ കച്ചേരി നടത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ചെമ്മൂടി സമയം എൻ്റെ പാട്ട് കേൾക്കാൻ ഇരുന്നിട്ടുണ്ട്. ഭാഗ്യമാണ്. ചെമ്മൂടി സമയം എൻ്റെ കൂടെ ഇരുന്നിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ ഭയങ്കര സംഭവം. അവരുടെ മുമ്പിൽ പാടി പാടിയതാണ് എനിക്ക് അത്ഭുതം. നമുക്കൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കാച്ചാം. അത് നമ്മളെ പിള്ള സാറ് പറയും, ചെമ്മൻകുടിയല്ല ആരും മുമ്പിൽ ഇരുന്നാലും നമ്മൾ പാടുന്ന പാട്ട് തന്നെ വിചാരിച്ചാൽ മതി. അതെ, അത്രേ ഉള്ളൂ. അത് ഇതേ കാര്യം സാറ് പറയാറുണ്ട്. SVS സാർ ഷഷ്ടിപൂർത്തി കഴിഞ്ഞിട്ട് പാടിയ പോരല്ലോ, നമ്മൾ പരിഭ്രമിച്ചു പോയി. പരിഭ്രമിച്ചാൽ പിന്നെ ഒന്നുമില്ല. എന്നാലും ഞാൻ ദാസേട്ടൻ്റെ പാട്ട് പറഞ്ഞു കൊടുത്തില്ല. ഞാനെല്ലാം ട്രാക്ക് റെഡിയാക്കി കൈ കൊടുക്കുകയുള്ളൂ. അത്ര ധൈര്യമായിട്ടില്ല. പിന്നെ ബാലമുരളി സാറാണ് എനിക്ക് ഭയങ്കര ധൈര്യം കേട്ടോ. ബാലമുരളി സാർ പറഞ്ഞു, ഞാൻ പാട്ടേ പഠിച്ചിട്ടില്ല. പുള്ളി പറഞ്ഞത് അതാണ് എൻ്റെ മ്യൂസിക് തെറാപ്പിയുടെ ബേസ്. ബാലമുരളി സാർ പറഞ്ഞു, അമ്മ വൈണികയാണ്, ഗർഭിണിയായ സമയത്ത് അമ്മ വീണ വായിച്ചിട്ടാണ് ഞാൻ പാട്ട് പഠിക്കുന്നത്, അല്ലാതെ ഞാൻ ഒരാളുടെ അടുത്തും പോയി പഠിച്ചിട്ടില്ല. എൻ്റെ അമ്മ അങ്ങനെ മരിക്കുന്നവരെ പാടിയ പാട്ടെന്താണ്. അതെ അതെ, അത് മാത്രമല്ല പല കൺവെൻഷണൽ സംഗതികളും പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്, എല്ലാം പൊളിച്ചു കളിച്ചല്ലോ. അതെ, പുള്ളി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, ഞാനുള്ള ഒരു മ്യൂസിക് ഒരു ഹാളിലെ പരിപാടിക്ക് പുള്ളി പറഞ്ഞു, നിങ്ങൾ പുതിയ ഗായകർ ആദ്യം ചെയ്യേണ്ടത് ഈ ക്ലബ്ബുകാരെ ധിക്കരിക്കലാണ്, ക്ലബ്ബ് സെക്രട്ടറിമാരെ ധിക്കരിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ആർക്കെങ്കിലും അധികാരമുണ്ട്, ധൈര്യമുണ്ട്. മ്യൂസിക് അക്കാഡമിയുടെ അയാൾ ചെയർമാൻ എനിക്ക് കാണണ്ട എന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? കാരണം അയാൾ എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ടാണ് ഇവർ നിൽക്കുന്നത്. അല്ലെങ്കിൽ സംഗീത കലാനിധി എന്നെല്ലാം പറഞ്ഞിട്ട്. ഇപ്പം ഒന്നും പഠിക്കണ്ട, എനിക്കത് വേണ്ട, എനിക്കതില്ല, അതുകൊണ്ട് ഞാൻ പാടും. ഒരു ആള് ഞാൻ ഈ സിനിമയിൽ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരമ്പലത്തിൽ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ കച്ചേരി വേണമെന്ന് പറഞ്ഞിട്ടില്ല. അത്ഭുതകരമായിട്ടുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് എനിക്ക്. തിരുവല്ല അമ്പലത്തിൽ ആറാട്ടിന്
പാടിയിട്ടുണ്ട്. അതിൻ്റെ തലേ ദിവസം ഇദ്ദേഹമാണ് പാടിയത്. അത് ശേഷഗോപാൽ സാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നമ്മൾ പേടിക്കുന്ന പാട്ടാണ്. പക്ഷേ അദ്ദേഹം പാടുമ്പോൾ തമ്പുരു എൻ്റെ തമ്പുരുക്കാരനാണ് അദ്ദേഹം തമ്പുരു കിട്ടിയത്. അതാണ് എൻ്റെ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ബേസ്. കാരണം എൻ്റെ ഗുരു ഇതൊക്കെ പാടുന്ന ഗുരു ആലോചിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം അനുഗ്രഹിച്ചുകൊണ്ടാണ് അത് കിട്ടിയത്. അതെ, തീർച്ചയായും. ഗുരുക്കന്മാരെല്ലാവരും ഇത് പൈതൽ മാഷും ഇവരൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പാടില്ല. കാരണം എനിക്ക് ധൈര്യം വേണ്ട. എനിക്ക് ധൈര്യം വരാൻ കാരണം സിനിമയാണ്. സിനിമക്ക് സംഗീതമല്ല, പാട്ടാണ്, എഴുത്തുക. ആ എഴുത്തിന്റെ ധൈര്യത്തിനാണ് ഞാൻ പാടുന്നത്. ചെമ്പയുടെ ജന്മശതവാർഷികത്തിന്റെ ആദ്യത്തെ കച്ചേരി ഞാനായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ തീർച്ചയായിട്ടും ഗുരുനാഥന്റെ ഈ ജന്മശതവാർഷികത്തിന് എന്നെ പോലുള്ള സാധാരണക്കാരല്ല പാടേണ്ടത്, വലിയ വലിയ ആൾക്കാർ പാടിക്കണം, കെ വി നാരായണസ്വാമി സാറിനെ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, കെ വി നാരായണസ്വാമി വരുന്നുണ്ട്, കെ വി നാരായണസ്വാമിയാണ് വിളക്ക് കൊടുക്കുന്നത്, അഴീക്കോട് മാഷും വീരേന്ദ്രകുമാറും അനുസ്മരണം, വിളക്ക് കൊടുക്കുന്നത് ഇദ്ദേഹമാണ്, അദ്ദേഹം നിങ്ങളെ കച്ചേരിക്ക് ഉണ്ടാകുന്നു പറഞ്ഞു. എന്റെ കീട് ഞാൻ പറഞ്ഞു, ഞാൻ വരും, അത് എന്റെ കാര്യം. പക്ഷെ വേണ്ടത് അങ്ങനെയല്ല. പക്ഷെ ഞാൻ പോയി. ഞാൻ അന്ന് ദൂരദർശൻ വരുന്ന കാലമാണ്. ആ മീറ്റിങ്ങും ഈ കച്ചേരിയുടെ കഷ്ണവും അതിനകത്തുണ്ടായിരുന്നു. അത് അമ്മ കണ്ടു നാട്ടിൽ നിന്ന്. ഗുരുനാഥന്റെ അവിടെ പാടിയെന്ന് പറഞ്ഞല്ലോ, എന്നാ അമ്മയും കൂടി വിളിക്കണ്ടായിരുന്നു പറഞ്ഞു. അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല, വരണമെന്നുണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, കാളവണ്ടിയിലും ട്രെയിനിലും കാൽനടയായിട്ടും യാത്ര ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്ന് അമ്പലത്തിൽ ശാന്തി വെച്ചിട്ട് ചെമ്പയുടെ അടുത്ത് 14 വർഷം പഠിച്ചിട്ടുള്ള ഒരാളുടെ മോനാണ് ഞാൻ. ആ ഒരു യോഗ്യത എനിക്ക് ഇവിടെ ഇരിക്കാനുള്ളത്. ജനങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് കഴിച്ചു. കോട്ടായി ഗ്രൗണ്ടിൽ ഫുൾ ആൾക്കാരായിരുന്നു, സ്കൂൾ ഗ്രൗണ്ടിൽ. എൻ്റെ കച്ചേരി എല്ലാവരും കേട്ടു സുഖമായിട്ട്. അവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ സിനിമാ പാട്ട് അവസാനം പാടി. ചെമ്പ പാടാറില്ലേ, ലൈറ്റ് മ്യൂസിക്, ലൈറ്റായിട്ടുള്ള സാധനങ്ങൾ പാടും. ഞാൻ പാടി. അന്ന് കേരളത്തിലാവുമ്പോൾ വേദി സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്കായിട്ട് നേരെ വന്നു, എൻ്റെ കേശവേട്ടൻ്റെ മകനാണ് പാടുന്നത്, ഞാൻ വായിക്കും എന്ന് മൈക്കിൽ പറഞ്ഞു വിളി. ശാന്തി കഴിക്കുമ്പോൾ അച്ഛനുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ള സംഭവമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ സമാപനത്തിന് എന്നെ തന്നെ വിളിച്ചവര്. ഞാൻ പറഞ്ഞു, ദാസരത്നക്കല്ലേ വേണ്ടത്, നിങ്ങളാണ് വേണ്ടത്, നിങ്ങളാണ് ഉത്സവം കൊടിയേറിയത്, നിങ്ങൾ തന്നെ കൊടി ഇറക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതകരമായിട്ടുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. വലിയ വലിയ അമ്പലങ്ങളിൽ വലിയ വലിയ ആൾക്കാരുടെ കൂടെ. ദൊരസാർ എൻ്റെ കൂടെ വന്ന് വായിച്ചു. കാരുണ്യം, ജനങ്ങളുടെ കാരുണ്യം, അല്ലെങ്കിൽ ഈശ്വര കാരുണ്യം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ശക്തിയുടെ കാരുണ്യം എന്ന് പറയുന്നത്, അതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എഴുത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ പുസ്തകരചനയിൽ ഞാൻ ഈ വായനയുടെ അനുഭവങ്ങളല്ലാതെ ജീവിതാനുഭവങ്ങളും SLCക്ക് അപ്പുറത്ത് പഠിക്കാത്ത ഞാൻ 5 പുസ്തകം എഴുതിയിട്ടുണ്ട്. ചിലപ്പം മുരളി പറഞ്ഞ പോലെയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ പുസ്തകം പഠിക്കാൻ ചിലപ്പോൾ വന്നേക്കും. അഗദ്യ പുസ്തകം. അതെ, ലോലാക്കിന്റെ കഥ. അതെ, പുസ്തകങ്ങളെ പറ്റി മൊത്തം നമുക്ക് പറയാം. തീച്ചാമുണ്ടി എനിക്കറിയാവുന്നതാണ്. അതെ, കൃഷ്ണപക്ഷം എന്നൊരു കവിതയുണ്ട്, അത് മാതൃഭൂമിയാണ് ഇറക്കിയത്. അതിൽ അങ്ങനൊരു ഇത് വരാൻ കാരണം, ഈ കൃഷ്ണപക്ഷം എന്നുള്ള പേര് വരാൻ കാരണം, ഈ എൻ്റെ ഒരു സുഹൃത്ത് ഫ്ലൂട്ട് വായിക്കുന്ന ഒരാളുണ്ടായിരുന്നു, മിടുക്കാനായിട്ട് ഒരാൾ. ഇപ്പോഴും എൻ്റെ അടുത്ത് വരും റെക്കോർഡിങ്ങിന്. ഒരു ഫറൂർക്കാരനാണ്, ഒരു ആക്സിഡന്റിലാണ് മരിച്ചുപോയി. ഞാനവിടെ പോയി കണ്ടു രാത്രി, കാണാൻ പറ്റില്ല, അത്ര ഭയങ്കരമായി. അപ്പോൾ ആ ഇതിലിങ്ങനെ കിടത്തി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതൊരു ഓടക്കുഴലാണ്, കൃഷ്ണന്റെ ഓടക്കുഴലാണെന്ന് വിചാരിച്ചു. ഇവന്റെ നവദ്വാരങ്ങളിലൂടെ വന്നിട്ടുള്ള ആ നാദമായിരുന്നു ഭഗവാന്റെ ഓടക്കുഴലിന്റെ നാദം. അങ്ങനെയാണ് കൃഷ്ണപക്ഷം, അയാളുടെ പക്ഷം. അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ കറുത്തപക്ഷം എന്നുള്ള രീതിയിലല്ല, കൃഷ്ണന്റെ പക്ഷം എന്ന് വിചാരിച്ചിട്ടുമല്ല. ആ പേരെ അങ്ങനെ നമ്മൾ ഈ കവിത എന്ന് പറയുന്നത് നമ്മൾ ആധുനിക ഇപ്പൊ കേൾക്കുന്ന ഒരു വിഷയം കവിതയാക്കണം എന്ന് പറഞ്ഞാൽ ചെയ്യാനൊക്കെ പറ്റും എനിക്ക്. പക്ഷെ അത് ഞാൻ താല്പര്യപ്പെടാറില്ല. നല്ലോണം എഴുതണം തോന്നിയാലേ എഴുതുള്ളൂ. ഇതൊക്കെയാണ് അതിന്റെ അനുഭവം. കൃഷ്ണപക്ഷം, ഒന്ന് തീച്ചാമുണ്ടി, പിന്നെ സ്നേഹരാമായണം എന്ന് പറഞ്ഞ ഗദ്യം, രാമായണത്തിന്റെ ഒരു ആസ്വാദനം. അതുപോലെ കൈതപ്പുറം കവിതകൾ. അത് ഇതിൽ നിന്ന് സമാഹരിച്ചതാണോ അല്ലെങ്കിൽ വേറെ കവിത തന്നെയാണോ? വേറെ കവിതയാണ്. പിന്നെ ഈ പാട്ടിന്റെ ലോലാക്കിന്റെ കഥയില്ല, ലോലാക്കിന്റെ കഥ ഗദ്യം, പാട്ട് സമാഹാരം. പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ ചിന്ത എങ്ങനെ വെച്ചാൽ, റഫി സാഹിബിനെ പോലെ, റഫി സാഹിബും ലതാജിയും കൂടി തമ്മിലുള്ള പ്രശ്നങ്ങൾ വെച്ചാൽ, ലതാജി എല്ലാറ്റിനും കൃത്യ കണക്കുള്ള ആളാണ്. ഏത് പാട്ടിനായാലും ഇത്ര രൂപ വാങ്ങിക്കണം, ഇത്ര വാങ്ങിച്ച് അതിന്റെ റൈറ്റ്, കോപ്പി റൈറ്റ് എന്നെല്ലാം പറഞ്ഞിട്ട്. റഫി പറയുന്ന ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല, പാടി കഴിഞ്ഞാൽ പിന്നെ എന്ത് കാര്യം, ജനങ്ങൾ വേണമെങ്കിൽ എടുക്കും അല്ലെങ്കിൽ കളയും. ഞാൻ ആ പക്ഷക്കാരനാണ്. ഇതിനെ വല്ലാണ്ട് നമ്മൾ സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞു. റഫി സാഹിബിനെ പറ്റി പറയുന്നതായിട്ട് വെച്ചാൽ പ്രതിഫലം കൊടുക്കുമല്ലോ പാടിക്കഴിഞ്ഞാല്. പോകുന്ന സമയത്ത് വേറെ ആരെങ്കിലും ഒരു എന്തെങ്കിലും സഹായം ചോദിച്ചാല് ഈ പാക്കറ്റ് തുറന്നു നോക്കിയിട്ടുണ്ടല്ലോ, അത്ര ആ പാക്കറ്റ് എടുത്തു കൊടുക്കുന്ന പറയുന്നത്, ആ കവറോട് കൂടി നേരെ കൊടുക്കില്ല. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്, നമുക്കെന്താ അധികാരം അതിന്റെ മുകളിൽ എന്ന് പറയുന്ന പോലെയാണ്. ഈ പുസ്തകം ഇറക്കുന്നതിന് പോലും എനിക്ക് അധികാരമൊന്നുമില്ല. കാരണം ഞാൻ പ്രൊഡ്യൂസറിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്, ഇല്ലേ, പകർപ്പവകാശമുണ്ട്, അതുകൊണ്ട് ചെയ്തോട്ടെ. അതാണ് എഴുത്തിനെ പറ്റിയോ അല്ലെങ്കിൽ അവാർഡുകളെ പറ്റിയോ ഒക്കെ ഇങ്ങനെ ഞാൻ അതിനെ കൊണ്ട് ലാളിക്കാറൊന്നുമില്ല. പക്ഷെ അതിനെ അവമാനിക്കാറുമില്ല. എന്റെ വീട്ടിലിങ്ങനെ 100 കണക്കിന് ഇതുണ്ട്, ഷീൽഡുകളൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കാലത്ത് ഈ കവിതകൾ ഇങ്ങനെ ചൊൽക്കാഴ്ചയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതിയിലായിരുന്നില്ലേ? അത് നാടകകാലത്താണ്. ഞാനിവിടെ കോഴിക്കോട് അവർക്ക് ഈ വേണുവിനും ഇവരൊക്കെ ഉണ്ടായിരുന്നില്ല. പിന്നെ മുരളി ഉണ്ടായിരുന്നു, മുരളി, നെടുമുടി വേണു, പിന്നെ അലിയാര്, അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. പ്രൊഫസർ അലിയാർ, കടമ്പനിട്ട, വിനയേന്ദ്രൻ, ഞങ്ങളെല്ലാവരും ഉണ്ടാവും. കടമ്പനിട്ട
ആദ്യമായിട്ട് അമേരിക്ക പോയി വന്ന ദിവസം ഞങ്ങളവിടെ ചുരുക്കാഴ്ച നടത്തിയിരുന്നു. ഭയങ്കര ഫേമസ് ആയിരുന്നു. അതുപോലെ അന്ന് ഇത്തെ കവിതകൾ എന്ന് പറയുന്നത് ഇതാണ്. അയ്യപ്പണിക്ക സാറിന്റെ തമാശ കവിതകളുണ്ട്. കവാലത്തിന്റെ ഉണ്ട്, ഒരു കൊതുകെ നിന്റെ അമ്മയെ കെട്ടിയെന്ന് ആരാടെന്ന്, അങ്ങനെയൊക്കെയുള്ള തമാശ കവിതകളുണ്ട്. അതുപോലെ മോഷ്ടാവ്, വെറുമൊരു മോഷ്ടാവായവരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ, താൻ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന് പറയുമ്പോ അപ്പോ തുണി മോട്ടിച്ചെങ്കിൽ അതെ നാണം മറയ്ക്കാനായിരുന്നല്ലോ, ഇങ്ങനെ. അപ്പൊ കോഴിയെ മോട്ടിച്ചതോ പൊരിച്ചു തിന്നാനായിരുന്നല്ലോ, ഇങ്ങനെ എല്ലാവരും മറുപടി ഉണ്ട്. അങ്ങനെ അത്തരം കവിതകളാണ് പിന്നെ അന്ന് ചുരുക്കാഴ്ച. എനിക്കത് കോഴിക്കോട് തുടങ്ങണമെന്നുണ്ട്, നമ്മുടെ കലാകേന്ദ്രത്തിൽ ചെയ്യുന്നത്. കുറച്ചുകൂടി ജനകീയമാവും, രസമായിരിക്കും അത്. പിന്നെ ഇതുപോലുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാനും പറ്റും, പുതിയ വിഷയങ്ങൾ പറയാം, ഏത് വിഷയം എടുക്കാം, സോഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങൾ രസമായിരിക്കും. നമ്മളിപ്പോ ഇതുവരെയും പറഞ്ഞതൊക്കെ അനുഭവങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും നമുക്കിങ്ങനെ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന എന്തെങ്കിലും തരം അനുഭവങ്ങൾ അങ്ങനെയൊക്കെ എന്നെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഈ സ്നേഹരാമായണത്തിലുള്ളതാണ്. അന്ന് ഒരു കർക്കിടകം മുഴുവൻ പത്രത്തിന് വേണ്ടി എഴുതി കൊടുക്കാൻ ഏറ്റു രാമായണത്തിന്റെ കഥകൾ. അങ്ങനെ ഉള്ള ഒരു ദിവസമാണ് എന്റെ അനിയത്തി സരസ്വതി എന്ന് പറഞ്ഞ അനിയത്തി, എന്റെ രണ്ടനിയത്തിമാരാണ്, സരസ്വതി, തങ്കം എന്നാണ് വിളിക്കുക അവരെ. സഹോദരന്മാര് വിശ്വനാഥൻ മ്യൂസിക് ഡയറക്ടർ, പിന്നെ ഇപ്പൊ യോഗയുടെ വലിയൊരു ഇൻസ്ട്രക്ടറാണ് വാസുദേവൻ. 4 പേരാണ് എനിക്ക് പുറമെ. ഇവള് ഈ കൈതപ്രം എന്നുള്ള പേര് വിശ്വനും കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, ആ പ്രദേശത്ത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും. പിന്നെ ദീപാങ്കുരൻ പിന്നെ പാട്ടുകാരൻ, പക്ഷെ ദീപുവിനും കൈതപ്രം നിൽക്കാറില്ല. ഇല്ല. പിന്നെ എന്റെ വൈഫിന്റെ അച്ഛനാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന ദേശാടനത്തിലൊക്കെ അഭിനയിച്ച വളരെ ഫേമസ് ആണ് അദ്ദേഹം. രണ്ടാമത്തെ മകൻ ദീപു അല്ലാതൊരു മകനും കൂടിയില്ലേ? ഉണ്ട്, ദീപു അല്ലാതെ മകൻ ദേവദർശൻ. അവനും പാടിയിട്ടുണ്ട് ദാസറിന്റെ കൂടെ. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം ഒരു ഭക്തി പ്രാർത്ഥന, അതില് ദാസറിന്റെ കൂടെ ഉള്ള ശബ്ദമാണ്. അന്ന് 5 വയസ്സേ ഉള്ളൂ. അപ്പൊ ഞാൻ ലോഹിയോട് പറഞ്ഞു നമുക്ക് ചിത്രയെ കൊണ്ട് അവരെ പാടിക്കാം, ഒരു ശബ്ദം മാറ്റി പാടിക്കാം. അതൊന്നും വേണ്ട, നിങ്ങൾ കുട്ടനാട് നടക്കണ്ടാവും അവനെ പിടിക്കുന്നത്. അങ്ങനെയാണ് അന്ന് ദേവൻ പാടിയത്. ഡോക്ടറല്ലേ? ഇപ്പൊ ഡോക്ടറാണ്, ഒരു കാരുണ്യമുള്ള ഡോക്ടറാണ്. ഞാൻ അവനോട് പറഞ്ഞു, നീ അത് വിട്ടിട്ട് ഒരു ഡോക്ടർ ആവണ്ട, പണം ഉണ്ടാക്കുന്ന ഡോക്ടർ ആവണ്ട. അതാണ് നമ്മുടെ ബേസ്. നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അച്ഛനും മുതൽക്ക് നമുക്ക് ഓർമ്മയുള്ള എല്ലാവരും സ്നേഹിക്കാനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഡോക്ടറും ആരായാലും മ്യൂസിക് ഡയറക്ടറും ഒക്കെ അങ്ങനെ. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എന്റെ ഭാര്യ ദേവി, അവൾ വീണ പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ കുറെ നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ആ ചരിത്രം. ഈ മലയാളത്തിലെ മ്യൂസിക് ഡയറക്ടർമാരല്ലാതെ അന്യഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള സലി ചൗധരി, ബോംബെ രവി, അങ്ങനെ കുറെ മ്യൂസിക് ഡയറക്ടർമാർ മലയാളത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയവരുണ്ട്, മലയാള ആസ്വാദകരെ വശീകരിച്ചവരുണ്ട്. അവരുടെ കൂടെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടല്ലോ, അത് എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റും. ബോംബെ രവിയായിട്ടുള്ള ഒരു സംഭവം പറയാം. ഞാൻ SSLC കഴിഞ്ഞിട്ടുള്ള ആദ്യ കാലത്ത് ഒരു പ്രാവശ്യം ഒരു ഏട്ടൻ എന്നെയും കൂട്ടിയിട്ട് തോട്ടട ITIയിൽ ചേർക്കാൻ വേണ്ടി, എന്തെങ്കിലും ജോലി ആവട്ടെ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഇയാളും ഞാനും കൂടി കണ്ണൂര് റെയിൽവേ പാലത്തിന്റെ ഇപ്പുറത്താണ്. അന്ന് എല്ലാറ്റിനും ഒരു പാലേ ഉള്ളൂ. അപ്പൊ വണ്ടി ഇപ്പുറത്ത് നിർത്തിയിട്ട് ട്രെയിൻ പോയിട്ട് ഗേറ്റ് തുറന്ന് അങ്ങനെ പോകണം. അങ്ങനെ വളപട്ടണത്തിന്റെ അവിടെ ബസ് ഇറങ്ങിയിട്ട് നിൽക്കുമ്പോൾ ട്രെയിൻ വരുന്ന ഇടവേളയില് റേഡിയോയില് ഉച്ചക്ക് ഹിന്ദി പാട്ടുകൾ, അതില് ഹേ നിലകനക്കിത്തലേ എന്നുള്ള പാട്ട്. ആ പാട്ട് ഇങ്ങനെ കഴിയുന്നവരെ ഞാൻ അന്തം വിട്ട് നിന്ന് പോയി. ഭയങ്കര ഇഷ്ടമായി എനിക്ക് ആ പാട്ട്. പ്രത്യേകിച്ച് ഇയാളുടെ നമ്മുടെ മഹേന്ദ്ര കപൂറിന്റെ ആലാപനം മനോഹരമായിരുന്നു. പാട്ട് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഈ ഏട്ടൻ പോയി, ബസ് പോയി, തോട്ടട പോയി, ITI പോയി. ഞാൻ അവിടെ വരെ പോവുകയൊക്കെ ചെയ്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും കിട്ടിയില്ല. ഇത് കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞതിന് ശേഷം ഇതേ ബോംബെ രവി ഞാനും കൂടി മദ്രാസിലെ ചോള ഹോട്ടലിൽ ഇരുന്ന് കമ്പോസ് ചെയ്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു മുറി ഹിന്ദിയിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാളുടെ ഒരു ജീവിതം മാറ്റിയിട്ടുള്ള ആളാണ് നിങ്ങളെ പാട്ട് എന്ന് പറഞ്ഞു. അല്ല ഞാൻ ITIയിൽ പോയിട്ട് എന്തെങ്കിലും തട്ടിമുട്ടി നിന്നേനെ. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാനും പാടാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആളാണ്, മ്യൂസിക് ഡയറക്ടർ ആയതാണ്, പിന്നെ റഫീ സാഹിബിനെ തോപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവസാനം അന്ന് പാടുക ചെയ്തു കുറച്ച് കോറസിലൊക്കെ. പിന്നെ ചൗധരി കച്ചന്ത് പോലുള്ള പാട്ടുകൾ റഫീ സാഹിബിനോട് പാടിക്കാൻ പറ്റി. കാരണം എനിക്കും സംഗീതം തന്നെയാണ് എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞു പുള്ളി. അവിടെ നിങ്ങൾക്ക് ഇനിയും വരച്ചിട്ടുണ്ടാവട്ടെ എന്ന്. പിന്നെ എത്രയോ പടങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. ഉണ്ടല്ലോ, മറ്റേ ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്. ഞാൻ പരിചയപ്പെട്ട എല്ലാവരും യൂണിവേഴ്സിറ്റികളാണ്, ഡയറക്ടേഴ്സ് ആണെങ്കിലത്തെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. എത്ര എന്റെ പാട്ടുകൾക്കെല്ലാം എനിക്ക് അവരോടും കടപ്പാടുണ്ട്. തീർച്ചയായിട്ടും അവരെനിക്ക് പിന്നെ താമസ സ്ഥലം തന്ന്, സൗകര്യങ്ങൾ തന്ന്, നമ്മളെ സൗകര്യങ്ങൾ അങ്ങനെ നമ്മളിൽ നിന്ന് നല്ല അങ്ങനെ കിട്ടണമെന്ന് വിചാരിക്കും. അവരെല്ലാവരും അതെ, അങ്ങനെ നല്ല റിസൾട്ട് കിട്ടണം. അവർക്കെല്ലാം അവരുടെ ആവശ്യമല്ലേ ഇത്. അങ്ങനെ സ്നേഹിക്കുന്ന പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, സംഗീത സംവിധായകര്, പിന്നെ പാട്ടുകാര്, ഇവരെല്ലാം കൂടിയിട്ടാണ് എന്റെ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ല എനിക്ക് മാത്രമായിട്ട് അധികാരമൊന്നുമില്ല അതിന്. അതുകൊണ്ട് ഞാൻ അവരെയൊക്കെ ഈ സമയത്ത് ഓർമ്മിക്കുന്നു. ആസ്വാദകർ ആദ്യം നമ്മൾ ആദ്യം പറഞ്ഞു, ഇവരുടെ പേര് പറഞ്ഞിട്ടില്ല. എന്നെ ഞാനാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. കവിയും ഗാനരചയിതാവുമായ ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുമായി
ഗായകനായ ശ്രീ വി ടി മുരളി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് നിങ്ങൾ കേട്ടത്. കയ്യൊപ്പ്.